അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും വാഹനത്തിൽ കയറുന്നവരും വാഹനം ഓടിക്കുന്നവരുമാണ്. വാഹനത്തിൽ കയറുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും നാം ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ കാലഘട്ടത്തിലും മനുഷ്യർ യാത്രക്ക് വേണ്ടിയും ചരക്കുകൾ കയറ്റി അയക്കുന്നതിലും വാഹനത്തെ ആശ്രയിച്ചിരുന്നു. എന്നാൽ പഴയ കാലത്ത് വളരെ സ്പീഡ് കുറഞ്ഞ വാഹനങ്ങളാണെങ്കിൽ ആധുനിക കാലത്ത് വളരെ വേഗത കൂടിയ വാഹനങ്ങളാണ് നാം ഉപയോഗിക്കുന്നത്. നമ്മുടെ യാത്രയിൽ അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ പരിശുദ്ധ ദീൻ പറഞ്ഞതുപോലെ വാഹനം ഓടിച്ചാൽ മതി. പ്രിയമുള്ളവരെ, നമ്മൾ ഒരിക്കലും വാഹനം ഓവർ സ്പീഡിൽ ഓടിക്കരുത്. അത് ഓടിക്കുന്നവനും മറ്റു ജനങ്ങൾക്കും അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. നമ്മൾ അമിത വേഗതയിൽ വാഹനം ഓടിക്കുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരണം, അൽ അജലത്തു മിന ശൈത്വാൻ, ഓവർ സ്പീഡ് ശൈത്വാനിൽ നിന്നുള്ളതാണ്, അത് പൈശാചികമാണ്. വാഹനത്തിൽ കയറി ഇരുന്നതിന് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. കുല്ലു ഷൈഇൻ ഫീ ബാലിൻ ലം യബ്ദ ബി ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമം കൊണ്ട് ആരംഭിക്കപ്പെടാത്ത സർവ്വകാര്യങ്ങളും ഗുണം കുറഞ്ഞതാണ്. വാഹനത്തിൽ കയറി ഇരുന്നതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് 3 തവണ തക്ബീർ ചൊല്ലുക. അതിനുശേഷം ഈ ആയത്ത് ഓതുക: സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ ഫഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇതെല്ലാം നമ്മുടെ യാത്ര സുഖമാകാനും അപകടങ്ങൾ ഒഴിവാകാനും കാരണമാകും. യാത്രയിൽ നിന്ന് മടങ്ങുമ്പോഴും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തും ദിക്റുകളും ചൊല്ലാറുണ്ടായിരുന്നു. കൂട്ടത്തിൽ മടങ്ങുന്ന സമയത്ത് ആയിബൂന തായിബൂന ആബിദൂന റബ്ബിന ഹാമിദൂൻ എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായി ഹദീസിൽ കാണാം. നമ്മുടെ യാത്രയിൽ കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടാകും. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു: കുന്നാ ഇലാ സഈദിന കബ്ബർന, ഞങ്ങൾ സഞ്ചരിക്കുന്ന പാതയിൽ കയറ്റം കയറുമ്പോൾ തക്ബീർ ചൊല്ലുമായിരുന്നു. വഇദാ നസൽന സബ്ബഹ്ന, കയറ്റം ഇറങ്ങുമ്പോൾ ഞങ്ങൾ തസ്ബീഹ് ചൊല്ലുമായിരുന്നു. ഇങ്ങനെ തക്ബീറും തസ്ബീഹും ചൊല്ലൽ സുന്നത്താണ്. യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും ഇറങ്ങേണ്ടി വരും. ഇറങ്ങുന്ന സമയത്ത് അഊദു ബികലിമാത്തില്ലാഹി താമാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ യാത്രയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സമയപരിമിതി മൂലം നിർത്തുകയാണ്. നമ്മുടെ യാത്രകളെല്ലാം അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.